ബെസ്റ്റ് ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കൊരു ദിവസം 12 മണിക്കൂറാണ് സൂര്യപ്രകാശം ലഭിക്കുന്നതെങ്കിൽ പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയല്ല. കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും. പാതിര സൂര്യൻ്റെ നാട് എന്ന് വിളിക്കുന്ന നോർവേയിൽ 76 ദിവസം സൂര്യൻ അസ്തമിക്കാറില്ല. നോർവേയിലെ സ്വാൽബാർഡിൽ ഏപ്രിൽ 10 മുതൽ ഓഗസ്റ്റ് 23 വരെ തുടർച്ചയായി രാത്രിയായിരിക്കും. കാനഡയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ നുനാവൂട്ട് എന്ന സ്ഥലത്ത് 2 മാസം സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കും. തണുപ്പ് കാലത്ത് 30 ദിവസം ഇരുട്ടായിരിക്കും. കൊതുകുകളില്ലാത്ത രാജ്യമാണ് ഐസ്ലാൻഡ്. ജൂൺ മാസത്തിൽ ഇവിടെ രാത്രിയേ ഇല്ല. അലസ്കയിലെ ബാരോയിൽ മെയ് അവസാനം മുതൽ ജൂലൈ അവസാനം വരെ പകൽ വെളിച്ചം മാത്രമാണ്. നവംബർ ആദ്യം മുതൽ 30 ദിവസത്തേക്ക് രാത്രി. പോളാർ നൈറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഫിൻലാൻഡിൽ വേനൽക്കാലത്ത് 73 ദിവസം സൂര്യൻ തുടർച്ചയായി ജ്വലിച്ചു നിൽക്കുന്നു. യൂറോപ്യൻ രാജ്യമായ സ്വീഡനിൽ മെയ് മുതൽ ഓഗസ്റ്റ് വരെ സൂര്യൻ അർദ്ധരാത്രി അസ്തമിക്കുകയും പുലർച്ചെ 4:30 ഉദിക്കുകയും ചെയ്യുന്നു. 6 മാസം തുടർച്ചയായി പകലായിരിക്കും ഇവിടെ. ഈ രാജ്യങ്ങളെല്ലാം ധ്രുവപ്രദേശങ്ങളോട് അടുത്തുള്ളവയാണ്. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൻ്റെ ചായ്വ് 23 ഡിഗ്രിയാണ്. അതിനാൽ ഓരോ മാസങ്ങളിലും ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവപ്രദേശങ്ങളിൽ സൂര്യകിരണം വ്യത്യസ്തമായ രീതിയിലാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. ഇത് ഭൂമിയിലെ കഥ. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഗവേഷകർ ഒരു ദിവസം 16 സൂര്യോദയവും 16 അസ്തമയവും കാണുന്നു. ഭൂമിക്ക് മുകളിൽ 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയിലുള്ള ഭ്രമണപഥത്തിൽ മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിലാണ് ബഹിരാകാശ നിലയം ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റുന്നതിന് 92.69 മിനിറ്റ്. ഒരു ദിവസം 15.54 തവണ. അതായത് ഓരോ 45 മിനിറ്റിലും ഉദയാസ്തമയം കാണുന്നു.